ദൃശ്യം 3 അനൗൺസ് ചെയ്ത മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് ദൃശ്യം 1 കണ്ടു, ദൃശ്യം 2 കണ്ടു, ഇതിനപ്പുറത്തേക്ക് ജീത്തു ജോസഫ് എന്ത് ചെയ്യും, എങ്ങനെ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യിക്കും. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. സിനിമ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യമേ പറയാം, ദൃശ്യം 1 ദാറ്റ് വാസ് സംതിങ് എൽസ്. അതുപോലൊരു സാധനം ഇനി ജിത്തു തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ദൃശ്യം 2 പക്ഷെ അതിനോട് കിടപിടിക്കുന്നതായിരുന്നു. OTT റിലീസായിരുന്നു. അത് തിയേറ്ററിൽ റിലീസ് ചെയ്യണം എന്ന് ഞാൻ അതിയായ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച ഒരു സിനിമയാണ്. ദൃശ്യം 3 വരുന്ന സമയത്ത്, അപ്പോൾ ജീത്തു സിനിമയിൽ അങ്ങനെയാണല്ലോ, ജീത്തു എന്തൊക്കെ തുടക്കത്തിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവസാനം വൻ പരിപാടി നടത്തും. മറ്റ് ജീത്തു സിനിമകളെ കുറിച്ച്, എല്ലാ സിനിമകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൃശ്യം ഫ്രാഞ്ചൈസ് എടുത്തു നോക്കുന്ന സമയത്ത് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ബും ശൂന്യം വട്ടപൂജ്യം, ഒന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്ലോട്ടിനകത്ത്. അത് വെച്ചിട്ടാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ജീത്തു എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടന്റെ ജോർജ് കുട്ടി, അട്ടിമുട്ടി ജോർജ് കുട്ടി, അതായത് 1 ജോർജ് കുട്ടി, 2 ജോർജ് കുട്ടി, അതേ ജോർജ് കുട്ടി 3. അത് ഒരു അണ്ണുക്കിട്ട വ്യത്യാസം ഇല്ല. പിന്നെ ആ ഒരു ക്യാരക്ടറിന്റെ ആർക്കും, ആ ക്യാരക്ടർ എന്താണെന്ന്, ആരാണ് ജോർജ് കുട്ടി എന്ന് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഫ്ലാറ്റ് ആണ്. പക്ഷെ അത് റീവാച്ച് ചെയ്യുമ്പം അത് നമുക്ക് ഫ്ലാറ്റ് ആയി തോന്നണമെന്നില്ല, അത് റീസൺസ് ഉള്ളതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് 1 hour ആണ് ഇതിന്റെ കത്തിക്കൽ എന്ന് പറയുന്നത്. ജീത്തു സംഭവം, അല്ലെങ്കിൽ സംഭവം ഇറുക്ക് എന്ന് പറയാൻ കഴിയും ലാസ്റ്റ് 1 hour. ഇതിൽ മുരളി ഗോപിയും സിദ്ദിഖും നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവസാനം വരെ, ക്ലൈമാക്സ് വരെ. ക്ലൈമാക്സ് ടിപ്പിക്കൽ ജീത്തു പരിപാടികളാണ്. ദൃശ്യം 1 കൈൻഡ് ഓഫ് പരിപാടി, എന്താ ലെവലിൽ നിന്നല്ല, അതേ ഇതാണ് രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ മേക്കിംഗ് ആയി കഴിഞ്ഞാലും, അത് പ്രസന്റ് ചെയ്തായി കഴിഞ്ഞാലും, അതിന്റെ സ്കോറിങ്ങും പരിപാടിയൊക്കെ തന്നെ. പക്ഷെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് എന്താണെന്ന് ഈ സിനിമ ഒന്നുകൂടെ അടിവര ഇട്ട് തരുന്നുണ്ട്. ജീത്തുവിന് ആവശ്യമായ സാധനം സതീഷ് കുറുപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്.